വാചകങ്ങൾ നമുക്കതിന്റെ ഹാശിയിൽ തന്നെ കാണാം. അതുകൊണ്ട് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല, അത് പ്രബലം തന്നെയാണ്. അതേപോലെ ഇമാം റംലിയും ഇമാം ഖതീബ് സർബീനിയും നിഹായിലും മുഗ്നിയിലും പറയുകയും ഫത്ഹുൽ മുഈൻ അത് ഉദ്ധരിച്ച് അതേ വാചകം ഉദ്ധരിച്ച് ഇതിനെ ചോദ്യം ചെയ്യാതിരിക്കുമ്പോൾ ഇതും വളരെ പ്രബലം തന്നെയാണ്. അതുകൊണ്ട് രണ്ട് ഖാദിമാരെയും, രണ്ട് വിഭാഗം ഖാദിമാരെയും ചോദ്യം ചെയ്യാനോ അവര് പിഴച്ചു എന്ന് പറയാനോ വകുപ്പില്ല. അതിനാൽ മുസ്ലിമീങ്ങൾ ഒരിക്കലും ഖാദിമാരെ കുറ്റം പറഞ്ഞുകൊണ്ടോ ചേരി തിരിഞ്ഞുകൊണ്ടോ ഒരു മഹല്ലിലും അതേ നമ്മുടെ ഐക്യം തകർക്കാൻ പാടില്ല എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. അതേ സമയത്ത് സംഘടനാ സങ്കുചിതത്വമുള്ളവർ ചിലപ്പോൾ എൻ്റെ സംഘടനയിലുള്ളവർ പറഞ്ഞത് മാത്രമേ ശരിയെന്ന് പറയാൻ പറ്റൂ, അപ്പുറത്തെ സംഘടനയുള്ളവർ പറഞ്ഞത് തെറ്റാണെന്ന് തന്നെ പറയണം എന്ന് വാശിയുള്ളവരുണ്ടാകാം. അവർ സമുദായത്തിന്റെ ഐക്യം ഉദ്ദേശിക്കുന്നവർ അല്ല. അങ്ങനെയുണ്ടല്ലോ, ഹനഫി മദ്ഹബ് മാത്രമേ ശരിയുള്ളൂ, അല്ലെങ്കിൽ ഹംബലി മദ്ഹബ് മാത്രമേ ശരിയുള്ളൂ, അല്ലെ ഷാഫി മദ്ഹബ് മാത്രമേ ശരിയുള്ളൂ, അല്ലെങ്കിൽ ഷാഫി മദ്ഹബോ അല്ലെങ്കിൽ മാലിക്കി മദ്ഹബ് മാത്രമേ ശരിയുള്ളൂ എന്ന് 4 മദ്ഹബിന്റെ ആളുകൾ വാദിച്ചാൽ അത് സുന്നത്ത് ജമാഅത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. 4 മദ്ഹബും ശരിയായതുപോലെ ഒരു മദ്ഹബിലുള്ള ഒരേപോലെ കിടപിടിക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകുന്ന വീക്ഷണ വ്യത്യാസത്തിൽ ഒന്നിനെ പരിഗണിച്ച് ആരെങ്കിലും ഖളാ നടത്തുകയോ തീരുമാനം പറയുകയോ ഫത്വ കൊടുക്കുകയോ ചെയ്താൽ അവരെ കുറ്റം പറയാൻ ഒരു വകുപ്പും ഇല്ല. അതിനാൽ